ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചെറിയ വ്ളോഗ് ചെയ്യാം. പിന്നെ കണ്ണൂരിൻ്റെ ഗ്രാമഭംഗി കൂടി നമുക്ക് കാണാം. ഇത് ടെംസ് കോളേജാണ്, പിന്നെ അറിയപ്പെടുന്ന കോളേജാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ടുള്ള വ്യൂസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇന്നിപ്പോൾ കുട്ടികളൊന്നും കാണാത്തത് ഇന്ന് ലീവായത് കൊണ്ടാണ് കേട്ടോ. രാവിലെ വന്നാൽ നമുക്ക് ഒരുപാട് മയിലുകളെ കാണാം. പിന്നെ മഞ്ഞുകാലത്ത് ചെറിയ രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മൾ ധർമ്മശാല വെള്ളിക്കൽ റൂട്ട്. ഇതിൻ്റെ അടുത്തായിട്ട് കൺവെൻഷൻ സെൻറ്ററിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് നിന്ന് നോക്കിയാൽ തളിപ്പറമ്പ് ടൗൺ കാണാം. പിന്നെ ഈ വളവ് ഭയങ്കര ഡേഞ്ചറാണ്, മഴക്കാലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് വളവും തിരിവും കുന്നും മലയും പുഴയും പാടവും പുഴ മത്സ്യങ്ങളും ഞണ്ടും പിന്നെ കണ്ണൂരിൻ്റെ വെറൈറ്റി അപ്പപ്പൊള്ളിച്ചതും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകളും നല്ല കാഴ്ചകളും എല്ലാം സമ്മാനിക്കുന്ന ഒരു ഗ്രാമഭംഗിയോട് കൂടിയ ഒരു പാർക്കാണ് വെള്ളിക്കൽ എക്കോ പാർക്ക്. വളരെ വൃത്തിയുള്ള റോഡായതുകൊണ്ട് നമുക്ക് എത്ര സഞ്ചരിച്ചാലും മനസ്സും അടക്കില്ല. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വളരെ സജീവമാകുന്ന ഗ്രാമവും കൂടിയാണ് വെള്ളിക്കൽ. പിന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണുന്നത് കാനൂൽ വയലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്, അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ വെള്ളിക്കൽ പാർക്കിൽ എത്തിയിരിക്കുകയാണേ. കഴിഞ്ഞ ബജറ്റിൽ ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പൈസ പാസ്സായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഫുഡ് കോർട്ട്, കയാക്കിങ് ഇതുപോലത്തെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് നവീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ചകളിൽ രാവിലെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഇവർ വളർത്തുന്ന ഫ്രഷ് മീൻ നമുക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. ആ കാണുന്നത് വെള്ളിക്കൽ കുന്ന്. അവിടെ ഇപ്പം മരമെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വീടെല്ലാം കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തെല്ലാം മണ്ണുകളെല്ലാം മാന്തി അവിടെയെല്ലാം വീട് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടിയ സ്ഥലങ്ങളായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി ഈ കുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വെള്ളിക്കൽ പാല കാണാൻ പറ്റും, അതുപോലെ തന്നെ പാർക്കും കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വടക്കഞ്ചേരി എത്തിയിരിക്കുകയാണ്. അടിപൊളി ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ സ്ഥലമാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ചായക്കട പിന്നെ വെറൈറ്റി ഫുഡ് ഐറ്റംസും ഉണ്ട്. ഈ പുഴയിലാണ് വള്ളംകളി നടക്കാറ്. പിന്നെ അങ്ങോട്ട് മലയോര പ്രദേശങ്ങളും പിന്നെ വടക്കഞ്ചേരി വൈറലായ നമ്മളെ കുളം ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഈ വയലിൽ വള്ളംകളി കാണാനുള്ള ഗാലറിയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ചുമരിൽ ഒരുപാട് ഈ നാടിനെയും ആചാരങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ് വർക്കും ഉണ്ട്. ഇതിൻ്റെ അടുത്തുള്ള സ്കൂളാണ് കേട്ടോ ഇത്. ഒരു വെറൈറ്റി പെയിൻറ്റിങ് കണ്ടിട്ട് നിർത്തിയതാണ്, കണ്ടില്ല തീവണ്ടി. നല്ല ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ഇനിയും കണ്ണൂരിൻ്റെ ഉൾപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.